ഗ്രീൻവാൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. നമ്മുടെ നാട്ടിലെ ഈ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ പ്രതിജ്ഞാബദ്ധമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഐക്യജനാധിപത്യങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. നമുക്കറിയാം നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കണമെന്ന് വളരെ ഹൃദയപൂർവ്വം ഈ മലയമ്പാറ നിവാസികളോട് അഭ്യർത്ഥിച്ചു. നിലമ്പൂരിൽ പ്രചരണം ശക്തമാക്കി ആര്യാടൻ ഷൗക്കത്തും യു ഷറഫ് അലിയും. തെരഞ്ഞെടുപ്പിന് 10 നാളുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് നിലമ്പൂരിൽ UDF LDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ മറികടന്ന് ആവേശച്ചൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നേതാക്കളും. വോട്ടർമാരെ നേരിൽ കണ്ട് തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയും തങ്ങൾ വിജയിച്ചാൽ ചെയ്യാൻ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ വിവരിക്കുകയുമാണ് സ്ഥാനാർത്ഥികൾ. കുഞ്ഞാലിയുടെ മണ്ണിൽ പ്രതിരോധം മറികടന്ന് രാഷ്ട്രീയ വലയിലേക്ക് ഗോളടിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നാണ് LDF സ്ഥാനാർത്ഥി യു ഷറഫ് അലി കരുളായി മൈലമ്പാറയിൽ പ്രചരണത്തിനിടയിൽ പ്രതികരിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ LDF സർക്കാർ കൊണ്ടുവന്നതല്ലാത്ത ഒരു വികസനവും കഴിഞ്ഞ 8 മാസം MLA ആയിരുന്ന UDF സ്ഥാനാർത്ഥിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്നും യു ഷറഫ് അലി പറയുന്നു. UDF സ്ഥാനാർത്ഥിയുടെ പല അവകാശവാദങ്ങളും 2026 ഏറ്റവും വലിയ തമാശയാണെന്നും ഷറഫ് അലി പറഞ്ഞു. 2026 ഏറ്റവും വലിയ ബഡായിയോ 2026 ഏറ്റവും വലിയ തമാശയോ അതിന് അവാർഡ് എനിക്ക് കിട്ടും. കഴിഞ്ഞ 8 മാസക്കാലം MLA ആയ ഒരു സുഹൃത്തിന് ഒരു ബജറ്റ് പോലും അതിനുശേഷം വന്നിട്ടില്ല. ഒരു പദ്ധതിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചതോ പൂർത്തിയാക്കിയതോ കാണിച്ചു തരാൻ പറ്റും? ഇല്ല. ഇവിടെ പൂർത്തീകരിച്ചതും പണി നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ പദ്ധതികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ നേട്ടമായിട്ടേ കാണാൻ പറ്റുള്ളൂ. 10 വർഷം മുമ്പ് UDF ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതി പോലും ഇതിലില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പദ്ധതികളാണ് ഇന്ന് പൂർത്തീകരിച്ചതും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ MLAയുടെ 1% പോലും പങ്കാളിത്തം അതിലില്ല എന്നതിന് പരിപാടിയിൽ അതൊക്കെയുണ്ട്. ദീർഘകാലം MLAയും മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഒന്നും ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. വീണ്ടും അധികാരത്തിൽ വരുന്ന പക്ഷം, വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് എന്ന രീതിയിൽ ഏതെങ്കിലും രംഗത്ത് തൊഴിൽ സാധ്യത ഞങ്ങൾ ഉറപ്പ് വരുത്തുമെന്ന് പറയുകയാണ്. അത് ഇൻഡസ്ട്രീസ് ആവട്ടെ, കോപ്പറേറ്റീവ് സെക്ടറാവട്ടെ, ടൂറിസം രംഗത്താവട്ടെ, ഒരു വീട്ടിൽ നിന്ന് മിനിമം ഒരാൾക്കെങ്കിലും തൊഴിൽ സാധ്യത ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും. എന്താണ് താങ്കളുടെ നിലമ്പൂരിൻ്റെ സ്വപ്നം? എൻ്റെ സ്വപ്നം ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തത് നിലമ്പൂരിൻ്റെ മലയോര ഹൈവേയുടെ പൂർത്തീകരണം. അത് പൂർത്തിയാക്കുന്നതോടുകൂടി മുണ്ടേരി മുതൽ നമ്മുടെ ഹൈവേ, മലയോര ഹൈവേ മേപ്പാടി വരെയുള്ള റീച്ചിൽ പൂർത്തീകരിച്ചുകൊണ്ട് ആദ്യം തന്നെ ഗതാഗതം സുഖകരമാക്കുക. അതിലൂടെ വാണിജ്യരംഗത്ത്, വ്യാവസായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് നാട്ടുകാർക്ക് വളരെ പ്രയോജനകരമായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാവും. ആശ്വാസങ്ങൾ ലഭിക്കും. അതിലുപരിയായിട്ട് ടൂറിസത്തിൽ വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ് നിലമ്പൂർ. നിലമ്പൂരിനെ മൂന്നാറിനെ പോലെ, വയനാടിനെ പോലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടാക്കുക. അതിലൂടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കും. കച്ചവടക്കാർക്ക് വർധനമുണ്ടാകും. ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നതോടുകൂടി ആ മേഖല ശരിക്കും വിജയകരമായി പൂർത്തിയാക്കുന്നതോടുകൂടി ആ മേഖല വികസിക്കും. അതിലൂടെ ഫിനാൻഷ്യൽ ഫ്ലോ വർദ്ധിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയ. അത് കച്ചവടക്കാർക്ക് നേട്ടമുണ്ടാകും, ഹോട്ടലുകാർക്ക് നേട്ടമുണ്ടാകും, തൊഴിലാളികൾക്ക് നേട്ടമുണ്ടാകും, കർഷകർക്ക് നേട്ടമുണ്ടാകും. ഇത്തരത്തിൽ വൻ പദ്ധതികൾ തന്നെയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നിലമ്പൂർ മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാണെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എടക്കര പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പറഞ്ഞു. മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും തന്റെ വിജയത്തിനായി ഒപ്പമുണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. മണ്ഡലത്തിൽ UDF അനുകൂല തരംഗമാണുള്ളത്. ഇക്കുറി ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇത് ഒരു സ്ഥാനാർത്ഥി പര്യടനമാണ്. വാസ്തവത്തിൽ റോഡ് ഷോ അല്ല. ഈ പര്യടനത്തിന് തന്നെ ഈ നാട്ടിലെ മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളും നമ്മുടെ കൂടെ കൂടിയിരിക്കാം. ഓട്ടോറിക്ഷകൾ മുഴുവൻ അവരുടെ ദിവസേനയുള്ള അവരുടെ ജീവിത വരുമാനത്തിന് വേണ്ടി ഈ പൊരി വെയിലത്ത് ഓടുന്നവരാണവർ. അതൊക്കെ മാറ്റിവെച്ച് എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്നത്തെ ഒരു ദിവസം അവർ മാറ്റിവെച്ചിരിക്കുക. അങ്ങനെ എവിടെ ചെന്നാലും തൊഴിലാളികളുടെ പിന്തുണ, സാധാരണക്കാരൻ്റെ പിന്തുണ, യുവാക്കളുടെ പിന്തുണ ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ ആവേശം. ഈ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ പിന്നാലെ UDF സ്ഥാനാർത്ഥിയുടെ പിന്നാലെ ഇവരെല്ലാം ഒത്തുകൂടുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ പൊതുവെ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ പിണറായിയുടെ ഭരണം അത് അവസാനിപ്പിക്കാൻ, അത്
അതിൽ നിന്ന് അവസാനിപ്പിച്ചാലേ കേരളത്തിന് രക്ഷയുള്ളൂ എന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ തെളിവ് കൂടിയാണ്. പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? പുതിയ പദ്ധതികൾ നമുക്ക് ടൂറിസം പദ്ധതി നിലമ്പൂരിന് വളരാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂറിസമാണ്. ടൂറിസം പദ്ധതി, അതേപോലെ ഇടതുപക്ഷം ഉപേക്ഷിച്ചു പോയ നിരവധി പദ്ധതികൾ, KSRTCയുടെ ബസ് സ്റ്റാൻഡ്, ആദിവാസികളുടെ ക്ഷേമം, അതുപോലെ തന്നെ അടുത്ത ഒരു 15 വർഷം ഈ നിലമ്പൂരിന്, അടുത്ത 5 വർഷം തന്നെ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ വികസന രംഗത്ത് ഏറ്റവും ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു 5 വർഷമായി മാറുമെന്ന്. 1977 എത്ര വരെയോ? നിലമ്പൂരിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മറ്റേത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലുണ്ട്. സ്ഥാനാർത്ഥികൾ പ്രചരണ പരിപാടികൾ ശക്തമാക്കിയതോടെ മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും പ്രചരണം പൊടിപൊടിക്കുകയാണ്. സർക്കാർ നേട്ടങ്ങൾ വിവരിച്ച് LDFും 10 വർഷത്തെ LDF ഭരണത്തിലെ വിഷയങ്ങൾ ഉയർത്തി UDFും പ്രചരണ രംഗത്ത് സജീവമാണ്. നിലമ്പൂരിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് NDA ഉറപ്പു നൽകുന്നത്. A+ വിഷൻ, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.